നമ്മളെല്ലാ ആഴ്ചയും ചെയ്യുന്ന പോലെ തന്നെ വീക്കിലി വന്നിട്ടുള്ള അപ്ഡേറ്റിനെ കുറിച്ചുള്ള വീഡിയോ ആണ്. അപ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ അപ്ഡേറ്റുകൾ നോക്കാം. അതിൽ ഫസ്റ്റത്തെ അപ്ഡേറ്റ് KTMന്റെ ഭാഗത്തു നിന്നാണ്. KTMന്റെ ഡ്യൂക്ക് 390ന്റെ പ്രൈസ് അവർ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു സിംഗിൾ സെൻറ്റർ ആയിട്ടുള്ള ഒരു മോട്ടോർ സൈക്കിൾ ഒന്നാണ് KTMന്റെ ഡ്യൂക്ക് 390. പുതിയ 390cc എഞ്ചിനാണ് അവർ യൂസ് ചെയ്തേക്കുന്നത്. 399cc സിംഗിൾ സെൻറ്റർ ആയിട്ടുള്ള ലിക്വിഡ് കൂൾ എഞ്ചിനാണ് വണ്ടിക്ക് വന്നേക്കുന്നത്. ഏകദേശം ഒരു 45 BS ഓഫ് പവറും 39 Nm ഓഫ് ടോർക്ക് വണ്ടിക്കുണ്ട്. ഇന്ത്യയിൽ KTMന്റെ മോഡലിലേക്ക് അത്യാവശ്യം സെയിൽസ് ഒക്കെ ഉണ്ട്. പക്ഷേ ഗ്ലോബൽ മാർക്കറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ KTMന്റെ സ്ഥിതി കുറച്ച് മോശമാണ്. KTM ഇപ്പോൾ ഭയങ്കര നഷ്ടത്തിലാണ് ഗ്ലോബൽ മാർക്കറ്റിലേക്ക്. പക്ഷേ ഇന്ത്യയിലേക്ക് അത് അത്ര ബാധിച്ചില്ല. കാരണം ബജാജ് ആണ് ഇപ്പോൾ ഫുള്ളി കൺട്രോൾ ചെയ്യുന്നത്. ബജാജിന് ഒരുപാട് ഷെയർ ഉണ്ട് KTMമായിട്ട്. ആ ഒരു പ്രശ്നം മെല്ലെ പരിഹരിച്ച് മുമ്പോട്ട് പോകുന്നതാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഒരുപാട് ഷെയർ ഹോൾഡേഴ്സൊക്കെ KTMന്റെ അടുത്തേക്ക് വരുന്നുണ്ട്. പലരുടെ ഇഷ്ടപ്പെട്ട വാഹനമായിരിക്കും KTMന്റെ ഡ്യൂക്ക് 390. അപ്പോൾ അത് എടുക്കുന്നവർക്ക് എന്തായാലും കുറച്ച് ബെനിഫിറ്റ് ഉണ്ടാവും. ഏകദേശം ഒരു 18,000 രൂപ നിങ്ങൾക്ക് കുറഞ്ഞു കിട്ടും. ഇപ്പോഴത്തെ പ്രൈസ് 2,95,000 രൂപയാണ് എക്സ്ഷോറൂം പ്രൈസായിട്ട് വരുന്നത്. രണ്ടാമത്തെ അപ്ഡേറ്റ് ബജാജിൻ്റെ ഭാഗത്തു നിന്നാണ്. ബജാജിൻ്റെ പൾസർ NS 125ൻ്റെ പുതിയ മോഡൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ബജാജിൻ്റെ പൾസർ സീരീസിൽ തന്നെ ഏറ്റവും ചെറിയൊരു മോഡലാണ് പൾസർ NS 125. ഈ ഒരു മോഡലിനധികം അവർ മൈൻഡ് ചെയ്യാറില്ല, അപ്ഡേറ്റും കൊടുക്കാറില്ല. എന്നാൽ പുതിയ മോഡൽ അവർ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. കുറച്ച് മാറ്റങ്ങളും വന്നിട്ടുണ്ട്. പുതിയൊരു മീറ്റർ കൺസോൾ അവർ കൊടുത്തിട്ടുണ്ട്. അതിൽ ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയും ടേൺ ബൈ ടേൺ നാവിഗേഷനും ആഡ് ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ മാറ്റം വണ്ടീൻ്റെ ബ്രേക്കിങ്ങിലാണ്. വണ്ടിക്ക് ഒരു സിംഗിൾ ചാനൽ ABS അവർ കൊടുത്തിട്ടുണ്ട്. സേഫ്റ്റി വെച്ച് നോക്കുകയാണെങ്കിൽ 125cc ഇപ്പോൾ സിംഗിൾ ചാനൽ ABS മോഡൽ NS 125 പിന്നെ ഹീറോൻ്റെ എക്സ്ട്രീം 125R ആണ്. ബാക്കി എഞ്ചിനും കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ്. 125cc ആയിട്ടുള്ള എയർ കൂൾ എഞ്ചിനാണ്. മാക്സിമം പവർ 11.8 bhpയും മാക്സിമം ടോർക്ക് 11 Nm ആണ്. വണ്ടിയുടെ പ്രൈസിങ് നോക്കുകയാണെങ്കിൽ 1,02,000 രൂപയാണ് എക്സ്ഷോറൂം പ്രൈസ് ആയിട്ട് വരുന്നത്. ഈ ഒരു ബൈക്കിന് ഇപ്പോൾ റൈവലായിട്ട് വരുന്ന ബൈക്ക് ഹീറോൻ്റെ എക്സ്ട്രീം 125Rഉം TVSൻ്റെ റൈഡർ 125 ആണ്. മൂന്നാമത്തെ അപ്ഡേറ്റും KTMന്റെ ഭാഗത്തു നിന്നാണ്. KTMന്റെ പവർഫുൾ ആയിട്ടുള്ള ഒരു സിംഗിൾ സിലിണ്ടർ മോഡലും കൂടി ഇനി വരാനുണ്ട്. KTMന്റെ 690 ആയിട്ടുള്ള ഡ്യൂക്ക് അവർ ഇന്ത്യയിലേക്ക് ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. കുറച്ച് മുമ്പ് വരെ വണ്ടി മാർക്കറ്റിലുണ്ടെങ്കിലും പ്രൊഡക്ഷൻ അവർ സ്റ്റോപ്പ് ചെയ്തതാണ്. പക്ഷേ KTMന് ഇപ്പോൾ വണ്ടി കൊണ്ടുവരാനുള്ള മെയിൻ ആയിട്ടുള്ള റീസൺ വന്നത് ഡുക്കാട്ടിയാണ്. ഡുക്കാട്ടിയുടെ ഹൈപ്പർ മോട്ടറാണ് 690 ആയിട്ട് അവർ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ആ ഒരു മോഡലാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു ശക്തനായിട്ടുള്ള സിംഗിൾ സിലിണ്ടർ ആയിട്ടുള്ള ഒരു മോട്ടോർ സൈക്കിൾ. അത് ശരിക്കും KTM അഫക്റ്റ് ചെയ്തിട്ടുണ്ടാകും. കാരണം KTMന്റെ പേരിലല്ല ഇപ്പോൾ ഏറ്റവും വലിയ സിംഗിൾ സിലിണ്ടർ മോഡൽ ഇന്ത്യയിൽ ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ടാണ് KTMന്റെ 690 ആയിട്ടുള്ള ഡ്യൂക്ക് അവർ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. ഡയറക്റ്റായിട്ട് റൈവലായിട്ട് വരുന്ന മോഡലും ഡുക്കാട്ടിയുടെ ഹൈപ്പർ മോട്ടർ ആയ 698 തന്നെയായിരിക്കും. വണ്ടിയുടെ എഞ്ചിൻ എന്ന് പറയുന്നത് അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള 690cc LC4 എഞ്ചിനായിരിക്കും. ഈ ഒരു എഞ്ചിനിൽ മാക്സിമം പവർ വരാൻ പോകുന്നത് ഏകദേശം 79 bhp ആണ്. ഇപ്പോൾ ഡുക്കാട്ടിയുടെ ഹൈപ്പർ മോട്ടോർ ആഡ് വെച്ച് നോക്കുമ്പോൾ ഏകദേശം ഒരു 1.5 bhp പവർ വണ്ടിക്ക് കൂടുതലാണ്. വണ്ടി വന്നു കഴിഞ്ഞാൽ സിംഗിൾ സിലിണ്ടർ ഏറ്റവും വലിയൊരു മത്സരമായിരിക്കും ഇനി നടക്കാൻ പോകുന്നത്. നാലാമത്തെ അപ്ഡേറ്റ് ഹോണ്ടേൻ്റെ ഭാഗത്തു നിന്നാണ്. ഹോണ്ടേൻ്റെ അടുത്ത അപ്ഡേറ്റ് ഹോർനെറ്റ് 2.0ൻ്റെ ആണ്. പുതിയ മോഡൽ അവർ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. കഴിഞ്ഞ ദിവസമാണ് CB200Xൻ്റെ അപ്ഡേറ്റ് ചെയ്ത മോഡൽ NX200 അവർ ലോഞ്ച് ചെയ്തത്. ആ ഒരു വീഡിയോൻ്റെ ലിങ്ക് ഞാൻ മോഡൽ ഐ ബട്ടണിൽ കൊടുക്കാം. പുതിയ ഹോർനെറ്റ് 2.0നും അതേ അപ്ഡേറ്റ് തന്നെയാണ് വരാൻ പോകുന്നത്. വേറെ മാറ്റങ്ങളൊന്നുമില്ല. പുതിയ TFT മീറ്റർ കൺസോൾ വണ്ടിക്ക് വരുന്നതായിരിക്കും. അതിൽ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ടേൺ ബൈ ടേൺ നാവിഗേഷനൊക്കെ ഉണ്ടാവും. പിന്നെ ബ്രേക്കിങ്ങിൻ്റെ ഭാഗത്തു നിന്ന് ഡുവൽ ചാനൽ ABSും ട്രാക്ഷൻ കൺട്രോളും സ്ലീപ്പർ ക്ലച്ചും കൂടി വണ്ടിക്ക് പുതുതായിട്ടുണ്ടാവും. അടുത്ത മാറ്റം പുതിയ ഓർബിറ്റ് എമിഷനായിട്ടുള്ള ഒരു 184cc ആയിട്ടുള്ള എയർ കൂൾ എഞ്ചിനായിരിക്കും വണ്ടിക്ക് യൂസ് ചെയ്യാൻ പോകുന്നത്. വേറെ പെർഫോമൻസിലോ അല്ലെങ്കിൽ ടോർക്കിലും കാര്യങ്ങളൊന്നും ഒരു മാറ്റം വരാൻ സാധ്യതയില്ല.